എം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യം 2 BA BSc ഡിഗ്രി പ്രോഗ്രാമിന്റെ 2ാം സെമസ്റ്റർ മൊഡ്യൂൾ 1-ലെ രണ്ടാമത്തെ കവിതയായ ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ജിയെ പറ്റി അല്പം നോക്കാം. ജി എന്ന ഏകാക്ഷരത്തിൽ അറിയപ്പെടുന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. യോഗാത്മകമായ ദർശനം ജിയുടെ കവിതയെ വേർതിരിച്ചു നിർത്തുന്നുണ്ട്. ജീവിതത്തെയും പ്രപഞ്ച യാഥാർത്ഥ്യത്തെയും സമന്വയിപ്പിച്ച കവിതകളാണ് ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളെല്ലാം. ഇനി നമുക്ക് പാഠത്തിന്റെ ചുരുക്കം നോക്കാം. സൂര്യകാന്തി എന്ന ഒരു കേവലമായ ഒരു പുഷ്പവും ആകാശത്തുള്ള സൂര്യദേവനും തമ്മിലുള്ള പ്രണയമാണ് ഇതിനകത്ത് ഇതിവൃത്തം. ഈ കവിതയിലെ ഇതിവൃത്തം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സൂര്യകാന്തിയുടെ മനോഹരമായ മുഖമുയർത്തി സൂര്യൻ ചോദിക്കുകയാണ്, ആരാണ് അനിയത്തി നീ? ദൂരെ എന്റെ തേര് പോകുമ്പോൾ ഇമകൾ ചിമ്മാതെ നോക്കി നിൽക്കുന്നത് എന്താണ്? എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് സൂര്യൻ ചോദിക്കുന്നു. ഒന്നും ഉത്തരം പറയാനാവാതെ നിന്നു പോവുകയാണ് സൂര്യകാന്തി പൂ. നിസ്സാരനായ തന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് സർവചരാചരങ്ങളുടെയും നാഥനായ സൂര്യൻ. ദേവനായ സൂര്യനെ സ്നേഹിക്കുന്ന ധിക്കാരി എന്ന് പറഞ്ഞ് ഈ ലോകം സൂര്യകാന്തിയെ പുച്ഛിക്കുമെന്ന് സൂര്യകാന്തി വിചാരിക്കുന്നു. ആ നിമിഷം തന്നെ സൂര്യകാന്തി വീണ്ടും ഇങ്ങനെയും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പരനിന്ന് വീശുന്ന വാളിനാൽ ചൂളിപ്പോകുന്നതാണോ പരകോടിയിൽ ചെന്ന ദിവ്യമായ പരിപാവനമായ സ്നേഹം എന്ന് പറയുന്നു. അതായത് ആ പരകോടിയിലുള്ള സൂര്യനെയും കേവലമായ സൂര്യകാന്തിയുമാണ് ഇവിടെ ജി ശങ്കരക്കുറുപ്പ് താരതമ്യം ചെയ്ത് പറയുന്നത്. ആ സ്നേഹത്തെ താരതമ്യം ചെയ്യുന്നത്, അതായത് ആ പരകോടിയിലുള്ള അനന്തമായ സ്നേഹം എന്നും അത് സ്നേഹം അങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സൂര്യന്റെ ധീരമായ മുഖത്തേക്ക് നോക്കി നിന്ന സൂര്യകാന്തി പൂ ഇങ്ങനെ പറയുന്നു, ഞാൻ സൂര്യനെ തന്നെ നോക്കിയതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ധരിച്ചു കാണുമോ? തന്റെ മുഖത്തെ ഭാവപാരവശ്യം മറയ്ക്കാനായി ചിരിക്കാനാവതും ശ്രമിച്ചെങ്കിലും അത് ചിരിയായി തീരുകയില്ല എന്ന് സൂര്യകാന്തി ദുഃഖത്തോടെ ഓർക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ഇനി പറയുന്നത്. അതായത് സ്നേഹത്തെക്കുറിച്ച് സൂര്യകാന്തിയുടെ കാഴ്ചപ്പാടാണിത്. സ്നേഹത്തിന്റെ ബലം സ്നേഹമാണെന്നും സ്നേഹം പരമമായ സൗഖ്യമാണെന്നും സ്നേഹഭംഗം ദുഃഖമാണെന്നും പറയുന്നുണ്ട്. സൂര്യന്റെയും സൂര്യകാന്തിയുടെയും സ്നേഹം ദൃഢമായപ്പോഴേക്കും കറമ്പിരാവ് അങ്ങോട്ടേക്ക് വന്നു എന്ന് സൂര്യകാന്തി വേദനയോടെ പറയുന്നു. തന്നോടുള്ള സ്നേഹപാരവശ്യത്തിൽ ഉറങ്ങാൻ കഴിയാതെ രാവിലെ വന്നെത്തുന്ന സൂര്യൻ മുറ്റത്ത് നിന്നിരുന്ന സൂര്യകാന്തിയെ നോക്കുമ്പോൾ സൂര്യന്റെ മുഖം വിളറും. കാരണം തെക്കൻ കാറ്റടിച്ച് വീണ് കിടക്കുന്ന സൂര്യകാന്തി പൂവിനെ കണ്ട് മുഖം വിളറുകയാണ്. അപ്പോൾ സൂര്യകാന്തി ഇങ്ങനെ പറയാണ്, പ്രണയാകുലൻ നാഥൻ ഇങ്ങനെ വിഷാദിക്കാം. സൂര്യദേവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം എന്ന് സൂര്യകാന്തി പറയുന്നു. ആ വിശുദ്ധമായ പുഷ്പത്തെ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഇത്രമേൽ പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ ഇത്രയധികം ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു എന്നും സൂര്യൻ ചിന്തിക്കുന്നു എന്ന് സൂര്യകാന്തി പറയുന്നു. ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇതിനകത്ത് വളരെ നിസ്സാരമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൂ. അതായത് നമ്മൾ ജിയെ പറ്റി ആദ്യം ഒന്ന് നോക്കുന്നു, അത് കഴിഞ്ഞ് സൂര്യദേവൻ സൂര്യകാന്തിയോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് സൂര്യകാന്തിക്ക് തോന്നുന്നു, അനുജത്തി നീ ആരാണ്? പിന്നെ ഞാനിങ്ങനെ പ്രണയിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ പുച്ഛിക്കില്ലേ? അതായത് ഞാൻ ഇത്രയും നിസ്സാരമാണ്, ഒരു നല്ല സാമ്പത്തികമുള്ള നല്ല ഒത്തിരി സാമ്പത്തികവും എല്ലാവിധ കഴിവുമുള്ള ഒരു കുട്ടിയെ പിന്നെ അതായത് എല്ലാ വിധത്തിലും താഴ്ന്നിരിക്കുന്ന താഴേക്കിടയിലേക്കുള്ള ഒരു പുരുഷൻ സ്നേഹിക്കുന്ന ഒക്കെ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. ആ ഒരു സ്നേഹത്തേക്കാണ് ജി ശങ്കരക്കുറുപ്പ് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ സ്നേഹത്തിന്റെ ബലം സ്നേഹമാണെന്നും സ്നേഹഭംഗം ദുഃഖമാണെന്നും പറയുന്നു. അല്പം അവരുടെ സ്നേഹം ഒന്ന് ദൃഢമായി വരികയും ആ ദൃഢമായി വരുമ്പോൾ തന്നെ അവിടേക്ക് കറമ്പിരാവ് വരികയും പിറ്റേ ദിവസം വന്നു നോക്കുന്ന സൂര്യദേവൻ സൂര്യകാന്തി പൂവിന്റെ ദളമെല്ലാം വീണ് നിലത്ത് കിടക്കുന്നത് ഇങ്ങനെ കാണുകയും ചെയ്യുകയാണ്. അപ്പൊ ആ വിശുദ്ധ പുഷ്പത്തിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ആ വിധം സ്നേഹിക്കാതിരിക്കുന്നെങ്കിൽ എന്ന് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം അവസാനിക്കുന്നു.